മൊഡ്യൂൾ 3 വരുന്നത് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. അതായത് നമ്മുടെ ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങും ബാക്കി 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് സാനിറ്ററി എഞ്ചിനീയറിംഗായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സാണ് വരുന്നത്. അപ്പോൾ എന്താണ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്നുള്ളത് നോക്കാം. It is the branch of public health engineering which deals with the prevention and maintenance of health of individual and the community by preventing communicable diseases. It consists of scientific methodological collection, conveyance, treatment, and disposal of waste matter so that the public health can be protected from the offensive and injurious substance. നമുക്കറിയാം സാനിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത് ശുചിത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതായത് പബ്ലിക്കിൻ്റെ എന്താ പറയുക ഹെൽത്തിനും വെൽത്തിനും വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ കളക്ഷൻ, കൺവേയൻസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മാറ്റർ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സയൻറ്റിഫിക് ആൻഡ് മെത്തഡോളജിക്കൽ കളക്ഷൻ. ശാസ്ത്രീയപരമായിട്ട് എങ്ങനെയാണോ നമ്മളതിനെ കളക്ട് ചെയ്ത് കൺവേയൻസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ പറയുന്ന സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സാനിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് sporadic outbreak of diseases and can be achieved by either controlling or eliminating such environmental factors that contribute in some form or other to the transmission of disease. അതായത് എന്താണ് ശുചിത്വം? അതായത് നമ്മളുടെ ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് എങ്ങനെ പെട്ടെന്നുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ, അസുഖങ്ങൾ പടർന്നു പിടിക്കാതെ ഒക്കെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സാനിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ടേംസ് യൂസ്ഡ് ഇൻ സാനിറ്ററി എഞ്ചിനീയറിംഗ്. പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട്, അതെല്ലാം സെപ്പറേറ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് റെഫ്യൂസ്? റെഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ജനറൽ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് റിജക്റ്റഡ് ഓർ ലെഫ്റ്റ് ഔട്ട് ആസ് വർത്ത്ലെസ്. ഇറ്റ് മേ ബി ഇൻ ലിക്വിഡ്, സെമി സോളിഡ് ഓർ സോളിഡ് ഫോം. റെഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് വേസ്റ്റഡ്, അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനം, നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ച് അല്ലെങ്കിൽ കളയുന്ന ഒരു സാധനത്തിന് ലിക്വിഡ് ആവാം, സെമി ലിക്വിഡ് ആവാം, സെമി സോളിഡ് ആവാം, സോളിഡ് ഫോമിലാവാം, ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റെഫ്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റെഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. റെഫ്യൂസിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗാർബേജ്, റബ്ബിഷ്, സള്ളേജ്, സീവേജ്, സബ്സോയിൽ വാട്ടർ ആൻഡ് സ്റ്റോം വാട്ടർ. ഇത്രയും ടേംസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഗാർബേജ്? Garbage indicates dry refuses, it includes waste paper, decayed fruits and vegetables, grass and leaves, sweepings from the streets, markets and other public places. Thus, garbage contains large amounts of organic putrefying matter. അതായത് ഇവിടെ വരുന്നത് ഡ്രൈ റെഫ്യൂസ് ആണ്. അതായത് നമ്മളുടെ പച്ചക്കറിയുടെ വേസ്റ്റ്, പുല്ല്, അതുപോലെ തന്നെ ഇലകൾ, അതായത് കരിയില, അതുപോലെ തന്നെ നമ്മൾ തെരുവൊക്കെ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന വേസ്റ്റുകൾ, മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഓർഗാനിക് മാറ്റർ ആയിരിക്കും, പുട്രിഫൈങ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീർണിച്ച് പോകുന്ന, അതായത് ചീഞ്ഞു പോകുന്ന സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് റബ്ബിഷ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സൺഡ്രൈ സോളിഡ് വേസ്റ്റ് ഫ്രം ദി ഓഫീസസ്, റെസിഡൻസസ് ആൻഡ് അതർ ബിൽഡിങ്സ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് വേസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബ്രോക്കൺ ഫർണിച്ചർ, paper, rags, etc. Generally, rubbish is dry and is of combustible in nature. ഇതാണ് റബ്ബിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് സള്ളേജ് ആണ്. ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് waste water from bathrooms, kitchens, washing places and wash basins, etc. It does not create bad smell since organic matter in it is either absent or is of negligible amount.
സള്ളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, വാഷിംഗ് പ്ലേസസിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, വാഷ് ബേസിനിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, ഇതൊക്കെ കൂടുന്നതാണ് സള്ളേജ് എന്ന് പറയുന്നത്. അപ്പോൾ സള്ളേജ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് എന്തൊക്കെ പെടുന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അതിൽ ഓർഗാനിക് മാറ്റർ ഒന്നുകിൽ നെഗ്ലിജിബിൾ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ഇല്ലാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, പൊട്ട ഓർഡറൊന്നും ഉണ്ടായിരിക്കില്ല, അതായത് ബാഡ് സ്മെൽ അതിനകത്ത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് സീവേജ് ആണ്. സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലിക്വിഡ് വേസ്റ്റ് ഫ്രം എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റിനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്നതാണ് സീവേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സള്ളേജ്, ഡിസ്ചാർജ് ഫ്രം ലാട്രിൻസ്, യൂറിനൽസ്, സ്റ്റേബിൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് ഓൾസോ ദ ഗ്രൗണ്ട് സർഫസ് and the storm water that may be admitted into the sewer. It is extremely putrescible. Its decomposition produces large quantities of malodorous gases and it may contain numerous pathogenic or disease producing bacteria. സീവേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റീൻ്റെ ടോട്ടൽ ലിക്വിഡ് വേസ്റ്റാണ് സീവേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സള്ളേജ് ഉണ്ടായിരിക്കാം. സള്ളേജ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ യൂറിനൽസ്, ലാട്രിൻസ്, സ്റ്റേബിൾ വേസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും സീവേജിൽ. സീവേജ് എന്ന് പറയുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ് സാധനം. കാരണം അതിനകത്ത് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടായിരിക്കും, ഡിസീസ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് സീരിയസ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഇനി സബ്സോയിൽ വാട്ടർ. ഇറ്റ് ഈസ് ദ ഗ്രൗണ്ട് വാട്ടർ ദാറ്റ് ഫൈൻഡ് ഇറ്റ് എൻട്രി ഇൻ ടു സീവേഴ്സ് ത്രൂ ദ ലീക്സ്. സീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീവേജ് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് നമ്മൾ സീവർ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. സീവേജ് എന്ന് പറയുന്നത് അത് വേസ്റ്റിനെയാണ് പറയുന്നത്. സീവർ എന്ന് പറയുന്നത് അത് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സീവർ പൈപ്പുകളിൽ, സീവേഴ്സിൽ ക്രാക്സോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവുമല്ലോ, ഭൂഗർഭജലം എന്ന് പറയുന്ന ആ വാട്ടർ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഇനി സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റെയിൻ വാട്ടർ ഓഫ് ദി ലൊക്കാലിറ്റി. ആ പരിസരത്തെ റെയിൻ വാട്ടറിനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സാനിറ്ററി സീവേജ് ക്യാൻ ബി ക്ലാസിഫൈഡ്. അതായത് സാനിറ്ററി സീവേജിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. രണ്ട് സിസ്റ്റംസാണ് പ്രധാനമായിട്ടുള്ള സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് സീവേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സീവേജ് ഉണ്ട്. ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സീവേജ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ലെവേറ്ററി ബേസിൻസ്, യൂറിനൽസ് ആൻഡ് വാട്ടർ ക്ലോസറ്റ്സ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ്, ഓഫീസ് ബിൽഡിംഗ്സ്, തിയേറ്റേഴ്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Since it contain human excreta and urine, it is extremely foul in nature. അതായത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളുടെ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റും, അതുപോലെ നമ്മളുടെ വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള വേസ്റ്റും, യൂറിനൽസ് എന്നുള്ള വേസ്റ്റും, എവിടെ നിന്നൊക്കെ ഓഫീസ് ബിൽഡിങ്ങോ തിയേറ്ററോ റെസിഡൻഷ്യൽ ബിൽഡിങ്സോ എവിടെ നിന്നെല്ലാം ഉള്ള ഇങ്ങനത്തെ വേസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈലി ഫൗൾ ഇൻ നേച്ചർ ആയിരിക്കും ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ വേസ്റ്റ് വാട്ടർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഇൻഡസ്ട്രിയൽ ആൻഡ് ദ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ഇറ്റ് മേ കണ്ടെയ്ൻ ഒബ്ജക്ഷനബിൾ ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് മേ നോട്ട് അമനബിൾ ടു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ കെമിക്കൽ കോമ്പൗണ്ട്സും മറ്റൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് സാധാരണ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒന്നും ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസൊക്കെ അതിനകത്ത്, ഐറ്റംസ് അല്ല മാറ്ററും കണ്ടൻറ്റൊക്കെ അതിനകത്ത് കാണും. ഇനി സീവേജ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ ടേമാണ്
സീവർ എന്ന് പറയുന്നത് കൺവേ ചെയ്യുന്ന കോൺഡ്യൂട്ടിനെയാണ് അല്ലെങ്കിൽ ആ പൈപ്പിനെയാണ് നമ്മൾ സീവർ എന്ന് വിളിക്കുന്നത്. സീവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിനോട്ട്സ് ദി നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ് ആൻഡ് ദി അതർ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം ഫോർ ക്യാരിയിങ് സീവേജ്. സീവേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സിനെയാണ് നമ്മൾ സീവറേജ് എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ, ആ ഒരു നെറ്റ്വർക്കിനെയാണ് സീവറേജ് എന്ന് വിളിക്കുന്നത്. സീവറേജ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ കളക്ഷൻ, കൺവെയൻസ് ആൻഡ് പമ്പിംഗ് ഓഫ് സീവേജ്. ഓക്കെ. നൈറ്റ് സോയിൽ. എന്താണ് നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ. ഹ്യൂമൻ എക്സ്ക്രീറ്റേനെയും അതുപോലെ തന്നെ ആനിമൽ എക്സ്ക്രീറ്റേനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടെക്നിക്കൽ ടേമാണ് നമ്മുടെ നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സീവറേജ് വർക്ക്സ്. നമ്മളുടെ സീവറേജ് വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സീവറേജ് സിസ്റ്റം കൊടുക്കുന്നത് കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും അവിടുത്തെ സാനിറ്ററി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാനിറ്റേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ടു പ്രൊവൈഡ് ഹൈജീനിക് ആൻഡ് എസ്തെറ്റിക് എൻവയോൺമെൻറ്റ്, to collect and treat the sewage in a scientific way so as to avoid nuisance to the public and also pollution of the environment, to dispose the treated sewage by proper methods to avoid the pollution of surface and the groundwater sources, to prevent occurrence and spread of waterborne diseases and thus protecting the health of public by tackling sewage and human excreta effectively, to prevent, control and nuisance due to growth of house flies and mosquitoes by avoiding stagnation and indiscriminate disposal of human excreta and other liquid waste, to effectively drain away the storm water from the town and thus avoiding inundation. എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. ദെൻ സിസ്റ്റംസ് ഓഫ് സീവേജ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ. നമ്മളിവിടെ സീവേജ് കളക്ട് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനുമുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സാണ് ഡ്രൈ അല്ലെങ്കിൽ കൺസർവൻസി സിസ്റ്റം, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വാട്ടർ ക്യാരേജ് സിസ്റ്റം. അപ്പോൾ ആദ്യം നമ്മളുടെ ഡ്രൈ സിസ്റ്റം അല്ലെങ്കിൽ കൺസർവൻസി സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദിസ് സിസ്റ്റം നൈറ്റ് സോയിൽ ഈസ് കളക്റ്റഡ് ഇൻ പാൻസ് ഫ്രം ദ ഡ്രൈ ലാട്രിൻസ്, കൺസർവ്ഡ് ദർ ഫോർ കംപ്ലീറ്റ് ഡേ ആൻഡ് ഫൈനലി റിമൂവ്ഡ് ബൈ ദി സ്കാവഞ്ചേഴ്സ് ടു ദ ഡിസ്പോസൽ സൈറ്റ് ത്രൂ ട്രക്സ് ഓർ കാർട്ട്സ്. ദ മാറ്റർ ഈസ് ഡിസ്പോസ്ഡ് ബൈ ട്രെഞ്ചിങ് ഓർ കമ്പോസ്റ്റിംഗ്. നൈറ്റ് സോയിൽ, അതായത് ഓരോ വേസ്റ്റും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് സോയിൽ നമ്മൾ എന്ത് ചെയ്യും? നൈറ്റ് സോയിൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് നമ്മളുടെ ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റിനെയാണ് നൈറ്റ് സോയിൽ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം ഡ്രൈ ലാട്രിൻസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും? പാൻസിൽ കളക്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഡേ അത് അവിടെ സ്റ്റോർ ചെയ്യും. ദെൻ സ്കാവഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവർ വന്നിട്ട് ഈ സാധനം ട്രക്കിലോ കാർട്ടിലോ കൊണ്ടുപോയിട്ട് ഡിസ്പോസൽ സൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യും. ഇതാണ് അവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഗാർബേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൺസർവൻസി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സിസ്റ്റമാണ്. ദെൻ ഗാർബേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് കളക്റ്റഡ് സെപ്പറേറ്റ്ലി ഇൻ ഡസ്റ്റ്ബിൻസ് ആൻഡ് കൺവേഡ് ഓൺ കാർട്ട് ഓർ മോട്ടോർ വാൻസ് വൺസ് ഓർ ട്വൈസ് ഇൻ എ ഡേ. ഇതുപോലെ തന്നെ നമ്മളുടെ വേസ്റ്റ് ബിൻസിൽ കളക്ട് ചെയ്യുന്നു. ദെൻ കാർട്ടിലോ അല്ലെങ്കിൽ മോട്ടോർ വാൻസിലോ ഒരു ദിവസത്തിലോ 1-2 പ്രാവശ്യം ഇത് കളക്ട് ചെയ്തിട്ട് ഡിസ്പോസൽ സൈറ്റിലേക്ക് കൺവേ ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്ന മെത്തേഡ്. ദെൻ സള്ളേജ് എന്ത് ചെയ്യും? സള്ളേജ് അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ ആർ കളക്റ്റഡ് ആൻഡ് കൺവേഡ് സെപ്പറേറ്റ്ലി ഇൻ ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിൻസ്. ക്ലോസ്ഡ് ഓപ്പൺ ആയിട്ടുള്ള ഡ്രെയിൻസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സള്ളേജ് അല്ലെങ്കിൽ സ്റ്റോം വാട്ടറിനെ കളക്ട് ചെയ്യുന്നത്. ദെൻ എന്താണ് ഇതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ്? നമുക്കത് ആ ഒരു സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ അറിയാം. ദർ വിൽ ബി ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതലുണ്ടായിരിക്കുക. എന്തൊക്കെയാണ്? ദ നൈറ്റ് സോയിൽ സ്റ്റാർട്ട് പെട്രിഫൈങ് ഇൻ ദ കൺസർവൻസി ലാട്രിൻസ് and gives very bad smell which is a nuisance to the inhabitants and the
പബ്ലിക്. കാരണം ഒരു ഫുൾ ഡേ നമ്മൾ എന്താ ചെയ്യുന്നത്, നൈറ്റ് സോയിൽ അവിടെ സ്റ്റോർ ചെയ്യുകയാണ്. സോ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ എന്ത് പറയും അവിടെ അത് ബാഡ് സ്മെൽ ഉണ്ടാക്കും. അത് നമ്മുടെ ഇൻഹാബിറ്റൻസ്, അതായത് താമസിക്കുന്ന ആൾക്കാർക്കും പബ്ലിക്കിനും അത് നോയിസൻസ് ആയിട്ട് മാറും. ഹൗസ് ഫ്ലൈ നോയിസൻസ് ആൻഡ് പോസിബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ലൈക്ക് ടൈഫോയിഡ് പോലുള്ള, അതായത് ഈച്ചകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങളും മറ്റും പടരാനുള്ള ചാൻസ് വളരെ വലുതാണ്. അൺഹൈജീനിക് ആസ്പെക്റ്റ് ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് ഇൻവോൾവ് ഇൻ ദ മാനുവൽ റിമൂവൽ ഓഫ് ദി എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ തന്നെ, കാരണം മനുഷ്യർ തന്നെയാണ് അത് മാറ്റുന്നത്, എന്താ പറയുക, കൺവേ ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ. അപ്പോൾ അതൊരു സോഷ്യൽ ഇൻജസ്റ്റിസും ആണ്. അതുപോലെ തന്നെ അതൊരു വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സാനിറ്റേഷൻ ആൻഡ് അൺഎസ്തെറ്റിക് ആസ്പെക്ട് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് നൈറ്റ് സോയിൽ ത്രൂ ദി സ്ട്രീറ്റ്സ് ബൈ ട്രക്സ് ആൻഡ് കാർട്ട്സ്. Risk of epidemics due to improper careless disposal of night soil. Risk of groundwater pollution due to percolation. Insanitation due to carriage of sewage through the open drains. Requires much land for the disposal of നൈറ്റ് സോയിൽ ഇങ്ങനെ നമ്മൾ പബ്ലിക്കിലൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ന്യൂസൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് വലിയൊരു ലാൻഡ് വേണ്ടി വരും. അപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നൈറ്റ് സോയിലിൻ്റെ മാനേജ്മെൻറ്റ്, ആ ഡ്രൈ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, സോഷ്യൽ ഇൻജസ്റ്റിസ് വരുന്നതും അൺഹൈജീനിക്കുമാണ്. അതാണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. പിന്നെയുണ്ട് പറയുന്നത്, ദ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിൽസ് ഡ്യൂറിങ് ദ സ്ട്രൈക്സ് ഓഫ് വർക്കേഴ്സ്. ദ ലാട്രൻസ് ആർ ടു ബി ലൊക്കേറ്റഡ് അവേ ഫ്രം ദ ബിൽഡിംഗ്. സച്ച് ലൊക്കേഷൻ ഈസ് വെരി ഇൻകൺവീനിയൻറ്റ് ഫോർ ദി ഇൻഹാബിറ്റൻസ്. കാരണം ഒരു ഡേ ഫുള്ള് നമ്മൾ നൈറ്റ് സോയിൽ അവിടെ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വീടിൻ്റെ നമ്മളുടെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഓഫീസിൻ്റെയൊക്കെ അടുത്തോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല, കുറച്ച് അകലെ കൊണ്ടുപോയിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ എന്ന് പറയുന്നത് വളരെ ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോസ്റ്റ് വളരെ ചെറുതാണ്, ഡസ് നോട്ട് റിക്വയർ സ്കിൽഡ് സൂപ്പർവിഷൻ. ഈ രണ്ട് അഡ്വാൻറ്റേജസ് മാത്രമേ കൺസർവൻസി സിസ്റ്റത്തിന് ഉള്ളൂ. ഇനി അതേപോലെ തന്നെ വാട്ടർ കാരേജ് സിസ്റ്റം ഉണ്ട്. വാട്ടർ കാരേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദിസ് സിസ്റ്റം we have a water closet provided with the flushing arrangements. The fecal matter is flushed with a sufficient quantity of water. Thus, the water is used as a medium for conveying sewage through underground sewers. Finally, this sewage is treated and then disposed by scientific methods. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാട്ടർ കാരേജ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഡ്രൈ മെത്തേഡിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ക്ലോസറ്റും വിത്ത് ഫ്ലഷ് അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വേസ്റ്റ് എല്ലാം സീവേജിൻ്റെ കൂടെ പോയിട്ട് പിന്നീട് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമുണ്ട് അല്ലേ. ഗാർബേജ് ഈസ് കളക്റ്റഡ് സെപ്പറേറ്റ്ലി ഇൻ ഡസ്റ്റ്ബിൻസ് ആൻഡ് ഡിസ്പോസ്ഡ് ബൈ പ്രോപ്പർ മെത്തേഡ്സ്. അത് നമ്മളുടെ ഡ്രൈ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് ഒബ്വിയസ്ലി അറിയാം. നമുക്കിതിൽ എന്തായാലും അഡ്വാൻറ്റേജസ് ആണ് കൂടുതലുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ഹൈജീനിക് ആൻഡ് ഡീസൻറ്റ് സിസ്റ്റം. നൈറ്റ് സോയിൽ ഈസ് ഇമ്മീഡിയറ്റ്ലി ഫ്ലഷ്ഡ് ഇൻ ടു സീവേഴ്സ് ആൻഡ് ഹെൻസ് നോ പോസിബിലിറ്റി ഓഫ് ബാഡ് സ്മെൽ ആൻഡ് ഫ്ലൈ നോയിസൻസ്. The sewage is properly treated and then disposed. As such, there is no risk of epidemics. No chance for the groundwater pollution. Sewage is also carried through the sewers and hence no chance for the insanitation, unlike open drainage system. No involvement of human agency in the collection, conveyance and disposal. Water closets can be attached to living rooms and hence a compact design of building can be achieved. പിന്നെയോ ട്രീറ്റ്മെൻറ്റ് plant yield solid component which can be used as manure, liquid component useful for sewage farming and gaseous component is useful as fuel. Requires less area of treatment and disposal. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാട്ടർ കൺവെയൻസ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് 9 അഡ്വാൻറ്റേജസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലത്തെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് യൂസ്ഫുള്ളാണ്. അതായത് അതിലത്തെ
ഡ്രൈഡ് സള്ളേജ് കേക്ക് എന്നാണ് പറയുക അതിൻ്റെ സോളിഡ് കമ്പോണൻറ്റ്. അതായത് നമ്മൾ അതിൽ നിന്ന് വരുന്ന ഖരമാലിന്യം ഉണ്ടല്ലോ അത് നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. അതിൽ നിന്ന് വരുന്ന ലിക്വിഡ് കമ്പോണൻറ്റ് നമുക്ക് സീവേജ് ഫാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് ആ സീവേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിക്ക് മറ്റും ആ വെള്ളം ഉപയോഗിക്കാം. ദെൻ അതിൽ നിന്ന് വരുന്ന ഗ്യാസ്, അതിനെ നമ്മൾ ബയോഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂവലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ മെത്തേഡ് ഏത് തന്നെയാണ്, വാട്ടർ ക്യാരേജ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ എന്താണ്, ഇറ്റ് മേ റിക്വയർ പമ്പിങ് ഓഫ് സീവേജ് അറ്റ് സർട്ടൻ സ്റ്റേജസ്. ഇറ്റ് റിക്വയേഴ്സ് സ്കിൽഡ് സൂപ്പർവിഷൻ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് സീവറേജ് സിസ്റ്റംസ് ആണ്. കമ്പൈൻഡ് സിസ്റ്റം ഉണ്ട്, സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്, പാർഷ്യലി സെപ്പറേറ്റ് അല്ലെങ്കിൽ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം ഉണ്ട്. 3 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ആണ് വരുന്നത്. ആദ്യം കമ്പൈൻഡ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദിസ് സിസ്റ്റം ഓൺലി വൺ സെറ്റ് ഓഫ് സീവർ ഈസ് ലെയ്ഡ് വിച്ച് ക്യാരി ദ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജ് ആൻഡ് ഓൾസോ ദ സ്റ്റോം വാട്ടർ. അതായത് ഈ ഒരു കേസിൽ ഒരു സെറ്റ് ഓഫ് സീവറേ ഉള്ളൂ, അതായത് ഒരു സെറ്റ് ഓഫ് കോൺഡ്യൂട്ടേ ഉള്ളൂ. അതിൽ തന്നെയാണ് ഇൻഡസ്ട്രിയലും ഡൊമസ്റ്റിക്കും ആയിട്ടുള്ള സീവേജിന് അതുപോലെ തന്നെ സ്റ്റോം വാട്ടറിനെയും ക്യാരി ചെയ്യുന്നത്, റെയിൻ വാട്ടറും ക്യാരി ചെയ്യുന്നതെല്ലാം ഒരൊറ്റ പൈപ്പിൽ കൂടിയാണ്. സ്യൂട്ടബിലിറ്റി, ഇതെവിടെയാണ് സ്യൂട്ടബിൾ ആവുന്നത്? ദ സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഫോർ ഏരിയാസ് വിത്ത് സ്മോൾ ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻഫാൾ. വളരെ ചെറിയ രീതിയിൽ ഒരേപോലെയൊക്കെ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ സിറ്റുവേഷൻസ് വെയർ കമ്പൈൻഡ് സീവേജ് ഹാസ് ടു ബി pumped and also for heavy built up area with a little space for laying sievers. ഈ സീവേഴ്സ് ഒക്കെ ഇടാനായിട്ട് വളരെ കുറച്ച് സ്ഥലമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് സീവേജ് ഈസ് ലെസ് ഡ്യൂ ടു ഡൈല്യൂഷൻ ബൈ സ്റ്റോം വാട്ടർ ആൻഡ് ദസ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഈസിയർ. സെഡിമെൻറ്റേഷൻ ഓഫ് സോളിഡ് in sewer is avoided as discharge in the sewer is more. Cleaning of sewer is easier because of bigger size, easy to lay on larger sewer in congested area, and plumbing is also easy, simple and economical method. എന്തൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ ഫോർ ലാർജർ സീവർ is more. Pumping of the combined sewage is uneconomical. During heavy rains, the overflowing sewers will cause pollution. Possibility of silting during the dry weather due to sluggish flow. Initial cost is more. ഇതിനകത്ത് സ്ലഗിഷ് ഫ്ലോ എന്ന് പറയുന്നത്, സിൽട്ടിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വേസ്റ്റും കൂടെ ഒറ്റ സീവറിലാണ് പോകുന്നത്. മഴയില്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള രൂപത്തിലായിരിക്കും എന്ത് പോകുന്നത്, ഈ വേസ്റ്റ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സിൽട്ടിങ്, അതായത് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പൈൻഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെപ്പറേറ്റ് സിസ്റ്റമാണ്. സെപ്പറേറ്റ് സിസ്റ്റത്തിൽ there are two separate sets of sewers. One set carries domestic and industrial sewage and another set carries storm water. 2 സെറ്റ് സീവേഴ്സ് ഉണ്ടായിരിക്കും. ഒന്നിൽ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജും ദെൻ മറ്റേതിനകത്ത് സ്റ്റോം വാട്ടറും. സ്റ്റോം വാട്ടറിന് പോകാൻ മറ്റൊരു കോൺഡ്യൂട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. The system is suitable for the towns with heavy uneven rainfall, also where sewage is to be pumped. It is also suitable for areas with steep slopes and hard soils. അതായത് നമുക്കിവിടെ റെയിൻ വാട്ടർ അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഈ പറയുന്ന റെയിൻഫോൾ അണീവൺ ആയിട്ട് കിട്ടുന്ന പ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും എന്ത് പറ്റില്ല, കമ്പൈൻഡ് സിസ്റ്റം പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സെപ്പറേറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. സീവേഴ്സ് ആർ സ്മോളർ
and hence uneconomical and economical. The quantity of sewage to be treated is smaller and hence cost of treatment is less. There is no risk of pollution due to overflowing of stormwater from the sewers. The quantity of sewage to be pumped is necessarily small and hence cost of pumping is low. Then demerits. Due to small discharges in sewers, the self-cleansing velocity is not maintained and hence the possibility of silting. Maintenance cost of 2 sets of sewers is more. Greater construction to traffic during repairs. Plumbing is not simple because എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് മറ്റേ പൈപ്പ് അല്ലെങ്കിൽ രണ്ട് സീവേജാണ് കൊടുക്കുന്നത്, സെപ്പറേറ്റ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പാർഷ്യലി സെപ്പറേറ്റ് അല്ലെങ്കിൽ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. പാർഷ്യലി സെപ്പറേറ്റ് അല്ലെങ്കിൽ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റത്തിനകത്ത് in this system there are two separate sets of sewers. One set carries domestic and industrial sewage, also a part of stormwater during the heavy rains. Another set carries only stormwater during normal rains. ഇവിടുത്തെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ഒരു സീവറിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സീവേജും പോകുന്നുണ്ടായിരിക്കും. അതേസമയം മറ്റേ ഹെവി റെയിൻസ് ഒക്കെ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു പാർട്ട് ഓഫ് സ്റ്റോം വാട്ടർ നമ്മളുടെ ഈ ഒരു എന്താ പറയുക സീവേജിൻ്റെ ഒപ്പം പോവും. നോർമൽ റെയിൻ ഉണ്ടാകുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ പാർട്ട് ഓഫ് സ്റ്റോം വാട്ടർ മറ്റേ സെറ്റിലും പോവും. ഇത് എവിടെയൊക്കെയാണ് സ്യൂട്ടബിൾ ആവുന്നത്? ആസ് ഇറ്റ് ഈസ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ദ കമ്പൈൻഡ് സിസ്റ്റം ആൻഡ് ദ സെപ്പറേറ്റ് സിസ്റ്റം, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സിറ്റുവേഷൻസ് വിത്ത് ആവറേജ് കണ്ടീഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ and intensity of rainfall and occasional heavy rains. Merits and demerits. It is an economical system and provides reasonable sizes of sewers. House plumbing is simple as part of rainwater is allowed into the sewer carrying sewage. Necessity of flushing is reduced. Demerits എന്തൊക്കെയാണ്? Self cleansing velocity may not be developed during the dry weather. Cost of pumping is more. Then there are possibilities of overflow. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ടോട്ടൽ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് രണ്ട് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ വേസ്റ്റ് വാട്ടറിനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ വെതർ ഫ്ലോ DWF അല്ലെങ്കിൽ സാനിറ്ററി സീവേജ്, അതുപോലെ തന്നെ വെറ്റ് വെതർ ഫ്ലോ WWF ഓർ സ്റ്റോം വാട്ടർ ഫ്ലോ. ഇനി ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സീവേജ്. ഡ്രൈ വെതർ ഫ്ലോ ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ ദാറ്റ് ഫ്ലോസ് ത്രൂ എ ഇൻഡ്രൈൻ വെതർ വെൻ നോ സ്റ്റോം വാട്ടർ ഈസ് ഇൻ ദി സീവർ. ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ വിച്ച് ഫ്ലോസ് ത്രൂ ഇൻ എ ഡ്രൈ വെതർ വെൻ നോ സ്റ്റോം വാട്ടർ ഈസ് ഇൻ ദി സീവർ. സീവറിനകത്ത് സ്റ്റോം വാട്ടർ ഒന്നും ഇല്ലാത്ത സമയത്ത് ഡ്രൈ വെതറിൽ എത്ര വാട്ടർ പോകുന്നുണ്ട്, എത്ര വേസ്റ്റ് വാട്ടർ പോകുന്നുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനെയാണ് നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് സീവേജ്, ഇൻഡസ്ട്രിയൽ സീവേജ്, അതിൻ്റെ കൂടെ ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷൻ, ഇത്രയുമാണ് ഡ്രൈ വെതർ ഫ്ലോയിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്. അതായത് വേനൽക്കാലത്ത് അല്ലെങ്കിൽ മഴ പെയ്യാത്ത സമയത്ത് ആ ഒരു സ്റ്റോം വാട്ടറൊന്നും ഇല്ലാത്ത സമയത്ത് എത്ര ക്വാണ്ടിറ്റി അതിൽ വരാവുന്നതെന്ന് പറഞ്ഞത് ഡൊമസ്റ്റിക് സീവേജ് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ സീവേജ് ഉണ്ടാവാം, ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷനും ഉണ്ടാവാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡ്രൈ വെതർ ഫ്ലോ. എന്തൊക്കെയായിരിക്കാം ഡ്രൈ വെതർ ഫ്ലോനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അവിടെയുള്ള ഡ്രൈ ആയിട്ടുള്ള സീസണിൽ സ്റ്റോം വാട്ടർ ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ, പോപ്പുലേഷൻ, ടൈപ്പ് ഓഫ് ഏരിയ, ഇൻഫിൽട്രേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ടു സീവേഴ്സ് ആൻഡ് എക്സ്ഫിൽട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ,
ഇത് വേരിയേഷൻ ഓഫ് റേറ്റ് ഓഫ് സീവേജ് ആണ്. അതായത് നമ്മുടെ വാട്ടർ സപ്ലൈ, ഒരു ദിവസത്തിലെ വാട്ടർ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ വരുന്ന സീവേജിൻ്റെയും ക്വാണ്ടിറ്റീനെയാണ് കാണിച്ചിരിക്കുന്നത്. ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് വാട്ടർ സപ്ലൈ ആണ്. അതേപോലെ തന്നെ സോളിഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് സീവറേജിൻ്റെയാണ്. അവിടെ കണ്ടാൽ നമുക്കറിയാം വാട്ടർ സപ്ലൈ കൂടുന്ന അവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സീവേജിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് വരുന്നത് ലിമിറ്റിംഗ് വെലോസിറ്റി ഓഫ് സീവേഴ്സ് ആണ്. എന്താണ് ലിമിറ്റിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. മിനിമം വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ എ സീവർ വിച്ച് ഡസ് നോട്ട് പെർമിറ്റ് എനി സെറ്റിൽമെൻറ്റ് ആൻഡ് carry sewage as soon as possible to treatment plant is called self-cleansing velocity. Self-cleansing velocity for separated sewers is 0.6 to 0.7 meter per second. For combined sewers, it will be 0.75 meter per second. Maximum velocity is limited to about 3 meter per second. In practice, it should preferably not exceed 2.25 meter per second. നെക്സ്റ്റ് വരുന്നത് സ്റ്റോം വാട്ടർ സപ്ലൈ ആണ്. സ്റ്റോം വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ എന്താണെന്നുള്ളത് പറഞ്ഞു. അടുത്തത് സ്റ്റോം വാട്ടർ ഫ്ലോ ആണ്. ദി എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ ദ ഗ്രൗണ്ട് സർഫസ്, പേവ്മെൻറ്റ്സ്, ഹൗസ് റൂഫ് എക്സെട്ര ഈസ് കോമൺലി നോൺ ആസ് റൺ ഓഫ് ഓർ സ്റ്റോം വാട്ടർ. This storm water is ultimately drained through the sewers, otherwise the street roads etc. will be flooded. അതായത് നമ്മളുടെ മഴ പെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ, പേവ്മെൻറ്റ്സിൽ കൂടെ, ഹൗസ് റൂഫുകളിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു വെള്ളത്തിനെയാണ്, വാട്ടറിനെയാണ് നമ്മൾ റൺ ഓഫ് അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സീവേഴ്സിൽ കൂടെ ഡ്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറയും ശരിയായ രീതിയിൽ ഡ്രെയിൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഫ്ലഡുകൾ സംഭവിക്കാനായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, റീസൺ എന്ന് പറയുന്നത് അല്ലേ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്റ്റോം വാട്ടർ ഫ്ലോ: ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ, catchment area, slope and shape of the catchment, nature of soil such as permeability, vegetation and built-up area, type of road pavements, initial moisture content in the soil, humidity, wind velocity and temperature, number and size of available ditches in the area. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോം വാട്ടർ ഫ്ലോനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.